ഹായ് കിങ്ങടെ ഇന്നത്തെ നമ്മുടെ വാഹനം 3 ഗഡാഗഡിയന്മാരാണ്. ടയോട്ടയുടെ ബ്ലോക്ക് ബസ്റ്റർ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ ഹിറ്റായി മാറിയ ടയോട്ട ലിവ. ടയോട്ട ലിവയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മൈലേജ് രാജാക്കന്മാരെന്നൊക്കെ പറയാവുന്ന അവസ്ഥയിലേക്ക് പോകുന്ന ഒരു വണ്ടിയാണ്. മാത്രമല്ല നോ മെയിൻ്റനൻസ് കോസ്റ്റ്, നോ മറ്റ് അനദർ ന്യൂസൻസ്, ഇതൊന്നുമില്ലാത്ത വളരെ ഗംഭീരമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ഫാമിലി ചെറുവാഹനം എന്നുള്ള പേരെടുത്തിട്ടുള്ള വാഹനമാണ്. ഇതിന്റെ ഡീസൽ വേരിയന്റ് ഉണ്ട്, പെട്രോൾ ഉണ്ട്. ഈ 3 വാഹനങ്ങളിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. അതിലെ ആദ്യത്തെ വാഹനം ഡീസലാണ്. 2017 മോഡല് VD. ഇത് സെക്കൻഡ് ഓണറാണ്. 90 കിലോമീറ്റേഴ്സ്, നോ മേജർ ആക്സിഡൻസ്, ടയർ ഇൻഷുറൻസ് ഒക്കെ പുതിയതാണ്. വണ്ടി വളരെ ബ്യൂട്ടി ആയിട്ടുള്ള ഡ്യുവൽ ടോണിൽ വന്നിട്ടുള്ള വണ്ടിയാണ്. ഇതിന്റെ ഇന്റീരിയറിലേക്ക് വന്നാൽ ഒരു ചെറുകാർ കൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ എല്ലാവിധ മിനിമം ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ ഉണ്ട്, അതുപോലെ 2 എയർ ബാഗ്, സെൻട്രൽ ലോക്ക്, ഇതെല്ലാം ഒറിജിനൽ കമ്പനി ഫിറ്റിങ്സ് തന്നെയാണ്. പിന്നെ ഇതിനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതൽ വിസ്തരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ചെറുവാഹനം എന്നുള്ള കൺസെപ്റ്റിൽ മാത്രമല്ല, ടയോട്ട എന്ന ബ്രാൻഡ് വെച്ച് അതിനെ യൂട്ടിലൈസ് ചെയ്ത് അതിന്റെ ആ എഫിഷ്യൻസി മനസ്സിലായിട്ടുള്ളവരെ സംബന്ധിച്ച് അതൊരു ബോറിംഗ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ മറ്റു കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. ടയോട്ട ലിവ എന്നൊരു ഒറ്റ വാക്കിൽ ആ സാധനത്തിന്റെ കൺസെപ്റ്റിനെ നമുക്ക് ഒതുക്കാം. ഇത് 2016 മോഡൽ പെട്രോൾ ആണ്, G ഓപ്ഷൻ ആണ്. 85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതും സെക്കൻഡ് ഓണറാണ്. വണ്ടി മേജർ ആക്സിഡന്റുകളോ ഫാൾട്ടുകളോ ഒന്നുമില്ല. ഫ്ലഡ് എഫക്റ്റഡ് അല്ല, ടോട്ടൽ ലോസ് അല്ല, അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും നമ്മളെ സംബന്ധിച്ചുണ്ടാവില്ല. എന്നിരുന്നാലും പറയുമ്പോൾ നിങ്ങൾ വിശദീകരിക്കുമ്പോൾ എല്ലാം പറയണമല്ലോ. അതുകൊണ്ട് തന്നെ വളരെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ടയോട്ടന്റെ ഫുൾ സർവീസ് പീരിയോഡിക്കൽ കറക്റ്റ് ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ്. ഇതിന്റെ ഇന്റീരിയറിലേക്ക് വന്നാല് ഇത് G ഓപ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇൻബിൽറ്റ് സ്റ്റീരിയോ ഇതിൽ വരില്ല, അഡീഷണൽ നമ്മൾ കഴിച്ചിട്ടുള്ളതാണ്. അതുപോലെ സീറ്റ് കവർ നമ്മൾ അഡീഷണൽ ഇട്ടിട്ടുള്ളതാണ്. പിന്നെ ബീജ് ആൻഡ് ബ്ലാക്ക് ഡബിൾ ടോണിൽ വരുന്ന ഇന്റീരിയലാണ്. വണ്ടിയെ സംബന്ധിച്ച് ടോട്ടലി കംഫർട്ടബിൾ ആണ്, കറക്റ്റ് ആണ്. പിന്നെ ടയോട്ടന്റെ ആ ഒരു ഏറ്റവും വലിയ ഒരു ഫോർമാലിറ്റി എന്ന് പറയുന്നത് അവരുടെ ആ എഫിഷ്യൻസി തന്നെയാണ്. അത് എല്ലാ തരത്തിലും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു വാഹനമാണ് 2016 മോഡൽ പെട്രോൾ G ഓപ്ഷൻ. ഇത് 2015 മോഡല് ഡീസലാണ്, GDSP ആണ്. ഇതിന്റെ പ്രത്യേകത ഇത് റീ രജിസ്റ്റേർഡ് വണ്ടിയാണ്. അതർ സ്റ്റേറ്റിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള റീ രജിസ്റ്റേർഡ് വണ്ടിയാണ്. സെക്കൻഡ് ഓണറാണ്, ഡീസലാണ്. ലിവയ്ക്ക് ഒരുപാട് ആരാധകരുള്ള ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അതർ സ്റ്റേറ്റ് വണ്ടികൾ ഇവിടെ കേരളത്തിൽ വന്ന് നമ്പർ ചേഞ്ച് ചെയ്ത് ഓടുന്നത് ഒരുപാടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതിപ്പോൾ കമ്പനിയിൽ അവൈലബിൾ അല്ല. ഇത് 2019 സ്റ്റോപ്പ് ചെയ്തതിന് ശേഷമാണ് ഇതിന്റെ മാർക്കറ്റ് ഇൻക്രീസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഡീസൽ വേരിയന്റിന് ഒരുപാട് പേര് എൻക്വയറി എപ്പോഴും ഡെയിലി എന്ന് പറയുന്ന പോലെ പോയിരിക്കുന്ന ഒരു വാഹനമാണ്. ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കിലോമീറ്ററിൽ ചെറിയ കൂടുതലുണ്ടെങ്കിലും 1 ലക്ഷത്തി സംതിങ് ഓടിയിട്ടുണ്ടെങ്കിലും ഡീസലിനെ സംബന്ധിച്ച് മൈലേജും അതിന്റെ കംപ്ലൈന്റ് ഇല്ലായ്മയാണ് ഇതിനെ ഏറ്റവും കൂടുതൽ സെൻസേഷൻ ആക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുള്ളത് സീറ്റ് കവർ, പിന്നെ ഒരു സ്റ്റീരിയോ സിസ്റ്റം, ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. ഇതും GDSP ആയതുകൊണ്ട് 2 എയർ ബാഗ് ഇതിൽ ഇൻബിൽറ്റ് ആണ്. ടയോട്ട ലിവയുടെ ഈ 3 വാഹനങ്ങൾ LFCയിൽ ലഭ്യമാണ്. മാത്രമല്ല LFCയിൽ മറ്റ് ധാരാളം വാഹനങ്ങളുണ്ട്, നിങ്ങൾക്കറിയുന്നതാണ്. അതിനെക്കുറിച്ചെല്ലാം അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ ഈ ലിവകളെ കുറിച്ച് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് കോൾ ടു LFC. താങ്ക് യു.